ഒരു കോടതിക്കും ഹൃദയമില്ലേ? ഹൃദയമുണ്ടായിരുന്നെങ്കിൽ എന്നോടിത് കാണിക്കില്ലായിരുന്നു. കോടതിക്ക് കണ്ണു കണ്ടൂടെ? അവന്റെ തുടിയിൽ 22 മുറിവുകളുണ്ടായിരുന്നു. കണ്ടാൽ ബോധം കെട്ട് വീഴും. അപ്പോഴാണ് കോടതി പറയുന്നത് അവർ കുറ്റക്കാരല്ലെന്ന്. ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിൽ പ്രതികളായ 5 പോലീസുകാരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധി അറിഞ്ഞ് നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി. വർഷങ്ങൾക്ക് മുൻപ് ഒരച്ഛനും ഇതുപോലെ നെഞ്ചുപൊട്ടി ഒരു ചോദ്യം കേരളത്തിലെ അധികാരവർഗത്തോട് ചോദിച്ചിട്ടുണ്ട്. ആ അച്ഛന്റെ പേര് ഈച്ചര വാര്യർ എന്നാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: എന്റെ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ആ ചോദ്യം വീണ്ടും കോടതി മുറികളിൽ പ്രതിധ്വനിക്കുകയായിരുന്നു ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് വിധിയോടെ. കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ കേരള പോലീസ് സ്വീകരിക്കുന്ന കൊടും ക്രൂരമായ 3-ാം മുറയാണ് ഉരുട്ടൽ. ആ 3-ാം മുറക്കിരയായവരിൽ VS അച്യുതാനന്ദൻ മുതൽ ഉദയകുമാർ വരെയുള്ളവരുണ്ട്. മരിച്ചെന്ന് കരുതി കാട്ടിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച VSന് ഒരു കള്ളന്റെ കാരുണ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെങ്കിൽ P രാജൻ എന്ന വിദ്യാർത്ഥിക്കും പാലക്കാട് വീട്ടമ്മയെ കൊലപ്പെടുത്തി മോഷണം നടത്തിയ കേസിലെ പ്രതിയായ സമ്പത്തിനും ഉദയകുമാറിനും അങ്ങനെയൊരു തിരിച്ചുവരവുണ്ടായില്ല. 3-ാം മുറക്കിരയായി അവർ കൊല്ലപ്പെട്ടു. 3 മരണങ്ങളും പോലീസിന്റെ കിരാത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടു. ഉദയകുമാറിന്റെ മൃതദേഹത്തിനരികിൽ പുറമേക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നില്ല. RTO ആയിരുന്ന KV മോഹൻകുമാറിന്റെ സമയോചിത ഇടപെടലാണ് ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ നിർണായകമായത്. 2005 സെപ്റ്റംബർ 27-നാണ് വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ള ഉദയകുമാറിനെയും സുഹൃത്ത് സുരേഷ് കുമാറിനെയും തിരുവനന്തപുരം നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സുരേഷ് കുമാർ മോഷണ കേസ് പ്രതിയായിരുന്നു. ഒരുമിച്ച് കണ്ടതോടെ ഉദയകുമാറിലേക്കും പോലീസിന്റെ സംശയം നീണ്ടു. കയ്യിൽ നിന്ന് 4000 രൂപ കണ്ടെത്തിയതോടെ പോലീസിന്റെ മട്ടും ഭാവവും മാറി. പിന്നീട് അങ്ങോട്ട് നടന്നത് മനുഷ്യ മനസാക്ഷി പോലും മരവിച്ചു പോകുന്ന കൊടിയ മർദ്ദനം. ഇരുമ്പ് കമ്പി കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചു, ദേഹത്തിട്ട് ഉരുട്ടി. ഉദയകുമാറിന്റെ തുടയിൽ പൈപ്പ് കൊണ്ട് ഇവർ നിരന്തരം അടിച്ചുകൊണ്ടേയിരുന്നു. ഉദയകുമാർ എത്രമാത്രം വേദന കൊണ്ട് പൊളിഞ്ഞിട്ടുണ്ടാകാമെന്ന് നമുക്ക് ഊഹിക്കാനാവുന്നതേയുള്ളൂ. ഒരു കേസ് പോലും ചാർജ് ചെയ്യാതെയായിരുന്നു ഈ മർദ്ദനം എന്നത് ഓർക്കേണ്ട കാര്യമാണ്. ക്രൂരമർദ്ദനത്തിന് പിന്നാലെ അവശനായി കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലായ പോലീസ് ഇയാളെ നെഞ്ചുവേദനയെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. തുടർന്ന് CIയുടെ അഭ്യർത്ഥന പ്രകാരമാണ് നേരത്തെ പറഞ്ഞ RTO ഉദയകുമാറിന്റെ മൃതദേഹം പരിശോധിക്കാനെത്തുന്നത്. വസ്ത്രം നീക്കി നോക്കിയ RTOയുടെ ശ്രദ്ധയിൽ തുടയിലെ കറുത്ത പാടുകൾ ഉടക്കി. അത് ത്വക്ക് രോഗത്തിന്റേതാണ് എന്നും പറഞ്ഞ് അപ്പോഴും രക്ഷപ്പെടാൻ പോലീസ് ശ്രമം നടത്തി. ആ പാടുകളിൽ തൊട്ടപ്പോൾ വിരൽ താഴ്ന്നു പോയതായും പിന്നീട് ശരീരം വിശദമായി പരിശോധിച്ചപ്പോൾ പലയിടത്തും ഉരഞ്ഞ പാടുകളും മർദ്ദനത്തിന്റെ പാടുകളും കണ്ടെത്തിയതായും പിന്നീട് മോഹൻകുമാർ മാധ്യമ പ്രവർത്തകരോട് വെളിപ്പെടുത്തിയിരുന്നു. കസ്റ്റഡി മരണം സംശയിക്കുന്നുവെന്ന് RTO റിപ്പോർട്ടിൽ എഴുതിയതോടെയാണ് സംഗതി പൂർണ്ണമായും പോലീസിന്റെ കൈവിട്ടു പോകുന്നത്. പോസ്റ്റ്മോർട്ടത്തിനിടെ തുടയിൽ കണ്ട കറുത്ത പാടിൽ കത്തി തൊട്ടതും രക്തം ചീറ്റിയതായി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും വിശദീകരിച്ചു. കാലിലെയും നെഞ്ചിലെയും അസ്ഥികൾ നുറുങ്ങിയിരുന്നു. ദേഹമാകെ മർദ്ദനത്തിന്റെ പാടുകൾ. തുടയുടെ ഭാഗത്ത് 22 ക്ഷതങ്ങൾ. ഫോർത്ത് സ്റ്റേഷനിൽ നടന്ന പോലീസ് രാജിന്റെ ഭീകരത വെളിവാക്കുന്നതായിരുന്നു പുറത്തുവരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജിതകുമാർ, ശ്രീകുമാർ, സോമൻ എന്നീ പോലീസുകാരാണ് 3-ാം മുറ പ്രയോഗിച്ചത് എന്നായിരുന്നു കണ്ടെത്തൽ. തുടർന്ന് അങ്ങോട്ട് ചെയ്ത കൃത്യങ്ങളുടെ തെളിവുകൾ മറയ്ക്കാനായി പുതിയ തെളിവുകൾ സൃഷ്ടിക്കുന്ന തിരക്കിലായി പോലീസ്. ASI ആയിരുന്ന രവീന്ദ്രൻ നായരും ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന ഹീരാലാലും ഉദയകുമാറിന്റെ മേൽ മോഷണ കുറ്റത്തിന് വ്യാജ FIR ഉണ്ടാക്കി. മരണശേഷം SI ആയ അജിത് കുമാറും CI ആയ EK സാബുവും ഗൂഢാലോചന നടത്തി ഉദയകുമാറിന്റെ മേൽ കള്ളക്കേസ് ചാർജ് ചെയ്തു. വൈകുന്നേരം 4-ന് അറസ്റ്റ് ചെയ്തുവെന്നും രാത്രി 8 മണിയോടെ മാത്രമാണ് സ്റ്റേഷനിൽ എത്തിച്ചതെന്നും വ്യാജരേഖകൾ ഉണ്ടാക്കി. കൈകൾ കെട്ടിയ തോർത്തും മർദ്ദനത്തിന് ഉപയോഗിച്ച ചൂരലും അവർ മാറ്റി. ചുരുക്കി പറഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം. നാളുകൾ പിന്നിട്ടു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് CBI ഏറ്റെടുത്തു. നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിച്ചെങ്കിലും 2010-ൽ 3 പോലീസുകാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി CBI കുറ്റപത്രം സമർപ്പിച്ചു. 2018 ജൂലൈയിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചു. തന്റെ ഗുണ്ടകൾ ഒരുത്തനെ തല്ലിക്കൊന്നിട്ടുണ്ടെന്ന് സഹപാഠിയായ മേലുദ്യോഗസ്ഥനുമായി ഫോർട്ട് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ വിജയകുമാർ നടത്തിയ ഫോൺ സംഭാഷണമാണ് CBIക്ക് നിർണായക തെളിവായത്. പക്ഷേ പ്രതികൾ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഒടുവിലത അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന നിരീക്ഷണത്തോടെ
കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഒന്നാം പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷയും റദ്ദാക്കി. ബാക്കിയാവുന്നത് പ്രഭാവതി എന്ന ആ അമ്മയുടെ ഹൃദയഭേദകമായ നിലവിളി മാത്രം. ഒപ്പം ഒരു ചോദ്യവും, ഇവരാരും കുറ്റക്കാരല്ലെങ്കിൽ പിന്നെ ഉദയകുമാർ കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? ആ മരണത്തിന് ആരാണ് ഉത്തരവാദികൾ? ആ അമ്മയ്ക്കും മകനും നീതിയില്ലേ?